IFFKയുടെ ഭാഗമായി പ്രേം നസീർ സ്മൃതി മണ്ഡപത്തിൽ ദീപശിഖ പ്രയാണം വന്നപ്പോൾ അതിൽ നിരവധി പേർ സംബന്ധിക്കുകയുണ്ടായി. അതിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിൻ്റെ വാക്കുകൾ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. അതുപോലെ തന്നെ MLA, നമുക്ക് അവരുടെ വാക്കുകളൊന്ന് കേൾക്കാം. 5 പ്രതിഭകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്നും മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കൊടുത്തിയ ചലച്ചിത്ര അക്കാദമി നയിക്കുന്ന ഒരുപാട് ചലച്ചിത്ര കലാകാരന്മാരും ചലച്ചിത്ര പ്രവർത്തകരും പങ്കെടുത്തുകൊണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ ഏറ്റവും വലിയ പ്രഗത്ഭനായ ചെയർമാൻ പ്രേംകുമാർ ചേട്ടൻ നയിക്കുന്ന ദീപശിഖ പ്രയാണം മലയാളത്തിലെ നിത്യഹരിത നായകൻ ജനിച്ച നാടായ ചിറയൻകീഴിൽ കേരളത്തിന്റെ പ്രമുഖനായ MLA മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ പ്രേം നസീറിന് വേണ്ടി സ്മാരകം നിർമ്മിക്കുവാൻ ചലച്ചിത്ര അക്കാദമിയുടെ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA ശശി സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ ദീപശിഖ പ്രയാണം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ആമുഖ പ്രഭാഷണം നടത്തുവാൻ വേണ്ടി ചലച്ചിത്ര അക്കാദമിയുടെ ആദരണീയനായ ചെയർമാൻ പ്രേംകുമാർ ചേട്ടനെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ടു. ഈ ചടങ്ങിൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട്, മറ്റ് ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്, ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട്, പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ ആദരണീയനായ എല്ലാ മെമ്പർമാരും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഭാഗവുമായി പ്രേം നസീർ സുഹൃത്ത് സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സ്പീക്കർ നമ്മുടെ MLA ശശി സാർ, ഇവിടെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധികൾ, മറ്റ് ജനനായകർ, സാംസ്കാരിക പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ചലച്ചിത്ര അക്കാദമിയുടെ തന്നെ ഞങ്ങളുടെ സാരഥികളായിട്ടുള്ള ഡെലഗേഷൻ മെമ്പേഴ്സ് ശ്രീ പ്രകാശ് സാറിന്റെ നേതൃത്വത്തിൽ ശ്രീ ഷൈബുണ്ടെങ്കിലും ശ്രീ ജോബിയും സന്തോഷ് കീഴാറ്റൂരും അരുണും തുടങ്ങി വിശിഷ്ട വ്യക്തികളെല്ലാം ഇവിടെ ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യാന്തര ചലച്ചിത്ര മേള 29ാമത് നാളെ മുതൽ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഇതിപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലിന്റെ സ്മൃതി കുടീരത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കുന്ന ഈ സ്മൃതി ദീപ യാത്ര, അത് മലയാളത്തിലെ അനശ്വര പ്രതിഭകളെ, അനശ്വര കലാകാരന്മാരെ ഒക്കെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നായികയുടെ ആദരാഞ്ജലി അർപ്പിച്ച് മെരിലാൻഡ് സ്റ്റുഡിയോയിൽ, ഒരു കാലത്ത് മലയാള സിനിമയുടെ ചരിത്രം ഉറങ്ങുന്ന മെരിലാൻഡ് സ്റ്റുഡിയോയിൽ സുബ്രഹ്മണ്യം മുതലാളി നിർദ്ദവഴി ആ വലിയ നിർമ്മാതാവിന്റെ അന്ന് എല്ലാ ചലച്ചിത്ര പ്രവർത്തകരും പ്രതിഭകളും എല്ലാം അവരുടെ പാദസ്പർശമേറ്റ ആ മണ്ണിൽ അവിടെ എല്ലാ പ്രതിഭകൾക്കും ആദരവ് അർപ്പിച്ചുകൊണ്ട് അത് ഇപ്പോൾ മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീർ സാറിന്റെ ജന്മനാട്ടിൽ എത്തിയിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള MLA ശ്രീ ശശി സാറിന് അവിശ്വജമായ ഒരു വരവേൽപ്പാണ് നൽകിയത്. ശശി സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക വകുപ്പിന്റെ ചലച്ചിത്ര അക്കാദമി കൂടി മേൽനോട്ടം വഹിക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ അതിന്റെ നിർമ്മാണത്തിലാണ്. അതിന് വളരെ സുദൃഢമായ രീതിയിൽ അതിന്റെ പിന്നിൽ ഏറ്റവും വലിയ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന അതിനായിട്ടുള്ള ശശി MLA അദ്ദേഹമാണ് ഇവിടെ ഇങ്ങനെയൊരു യാത്രയെ ഞങ്ങൾ വരവേൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അറിയിച്ചത്. അദ്ദേഹത്തിന്റെ ക്ഷണവും കൂടി സ്വീകരിച്ചാണ് ഇവിടുത്തെ വേദി വരുന്നത്. ഈ ഒരു സ്മൃതി യാത്ര വരുമ്പോൾ ഇത് മലയാള സിനിമയിലെ എല്ലാ പ്രതിഭകളും, മലയാള സിനിമ എന്ന് പറയുന്നത് ഏതെങ്കിലും കുറച്ചുപേരുടെ ഒരു സംഭവമല്ല. അവിടെ ഒരുപാട് വലിയ നിർമ്മാതാക്കളും സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും ഞങ്ങൾക്കൊക്കെ ജനിക്കുമ്പോൾ രാവിലെ ഞങ്ങളൊക്കെ വിളിച്ചു നിർത്തി ചായ തന്ന ഞങ്ങളൊക്കെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകുന്ന ആ പ്രൊഡക്ഷനിലെ കുട്ടികൾ മുതൽ വലിയ നിർമ്മാതാക്കൾ വരെ ഒരുപാട് പേരുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് സിനിമ. അപ്പൊ ആ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പേര് ഒരാളെ പോലും കൂടാതെ എല്ലാവർക്കുമുള്ള ആദരവും അവരോടുള്ള ബഹുമാനവും സ്നേഹവും ഇഷ്ടവും ഒക്കെ അറിയിക്കുന്ന ഒന്നായിട്ട് അതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഇങ്ങനെ മനുഷ്യന്റെ സ്മൃതി
ആ യാത്ര ആരംഭിച്ചത് പ്രേംനസീർ സാറിന്റെ ഈ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ ഇവിടെ വന്ന് ആ ഒരു യാത്ര ഇപ്പോൾ അതിന്റെ ഒരു ഘട്ടത്തിൽ കൂടി എത്തിയിരിക്കുന്നു. ഈ ഒരു സ്വീകരണത്തിന് നസീർ സാറിനെ കുറിച്ച് ഞാൻ കൂടുതൽ ദീർഘമായി ഒന്നുകൂടെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഒരുപക്ഷെ ഉണ്ടായിരുന്നുവെന്ന് വരുംകാല തലമുറയിൽ വിശ്വസിക്കില്ല. അത്രയേറെ നന്മയുടെ ആൾരൂപമായിട്ടുള്ള ഒരു മഹാകലാകാരൻ. ഒരുപാട് റെക്കോർഡുകളാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. ആ ഗിന്നസ് ബുക്കിലൊക്കെ ഇടം പിടിച്ച് ഇങ്ങനെ ഒരു നടൻ ലോകത്ത് തന്നെ ഉണ്ടോ പക്ഷേ അത്രയേറെ ഔന്നത്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, കലാകാരൻ എന്ന നിലയിൽ, സമൂഹത്തോടുള്ള പ്രതിബദ്ധതകളുടെ കാര്യത്തിലൊക്കെ ഏറ്റവും വലിയൊരു മാതൃകാ മനുഷ്യനാണ് നസീർ സാർ. ആ നസീർ സാറിന്റെ സ്മൃതി ഉള്ള ഓർമ്മ ഉള്ള അദ്ദേഹത്തിനെ അടക്കം ചെയ്തിരിക്കുന്ന വൃത്താണെന്നുള്ള ആദ്യം ഇത് ഈ പരിപാടി ആലോചിച്ചത് MLA തന്നെ അതിന് മുൻകൈയെടുത്ത് ആലോചിച്ചതാണ്. പിന്നീട് ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ പരിപാടി ഇങ്ങോട്ട് MLA-യുടെയും കൂടി നിർദ്ദേശപ്രകാരമാണ് നമ്മൾ നടത്തുന്നത്. ആ വലിയ കലാകാരനെ, വലിയ മനുഷ്യനെ, വിശ്വസനീയമായിട്ടുള്ള ആ മാതൃകാ മനുഷ്യനെ, മാതൃകാ കലാകാരനെ, അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ നിറഞ്ഞ ആദരവും സ്നേഹവും അത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി കൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും അറിയിക്കുന്നു. ഇങ്ങനൊരു സ്വീകരണം ഒരുക്കിയ ഗംഭീരമായ ആവേശമായ സ്വീകരണം നൽകിയ ഇതിന്റെ എല്ലാ സംഘടനയും ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രേംനസീർ സുഹൃസമിതിയുടെ ഭാരവാഹികൾ, ഒപ്പം ഇവിടുത്തെ നസീർ സാറിനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു വലിയ സംഘം ഒക്കെ ഇവിടെ ഉണ്ട്. അതിന്റെയൊക്കെ പ്രവർത്തകരായ ശ്രീ സുഭാഷ് അദ്ദേഹം ഇവിടെ വേദിയിലുണ്ട്. തുടങ്ങി എല്ലാവരെയും ഞങ്ങളുടെ ഹൃദയപൂർവ്വം അവർക്കെല്ലാം ആശംസകൾ അറിയിക്കുന്നു. ഞങ്ങളുടെ ശ്രീ മമ്മി സെഞ്ചുറി ഞങ്ങളുടെ ജനറൽ കൗൺസിൽ മെമ്പറാണ്. അദ്ദേഹമൊക്കെ ആശംസകളെ കുറിച്ച് സംസാരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരെയും സംഘത്തോട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഒരു ആവേശോചിതമായ സ്വീകരണം ഒരുക്കിയതിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൂടെ 50 അത്ലറ്റുകൾ ഈ മേളയുടെ ഈ ഒരു പ്രയാണത്തിന്റെ ഭാഗമായിട്ട് രാവിലെ 9:30 തുടങ്ങിയതാണ് ഈ പ്രയാണം. നെയ്യാറ്റിൻകരയിൽ നിന്ന് അവർ ആത്മാർത്ഥമായിട്ട് ഇതിനോട് പോവുകയും ഇടയ്ക്ക് കുറിച്ച് വിശ്രമിച്ചുമൊക്കെ ഇങ്ങനെ ഈ പ്രയാണത്തിന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഹൃദയപൂർവ്വം ആശംസകൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രവർത്തനങ്ങൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. അക്കാദമിയിലെ സമിതി കലാ സാംസ്കാരിക ഉൾപ്പെടുന്ന വിദേശായിട്ടുള്ള സുഹൃത്തുക്കളെ, ഒരു ദീർഘമായ പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രൈവസിയിലെ ഓർമ്മകളെ സംബന്ധിച്ച് തെളിയിക്കുകൾക്ക് ഒരു വലിയ ചലച്ചിത്ര നടന്നതിനുപരി അവിടേക്ക് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു ഭാരം ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യനെ സ്നേഹിച്ച വലിയൊരു കലാകാരൻ. അദ്ദേഹം മൺമറഞ്ഞതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇവിടെ ഈ നിയോജകമണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും പല സ്ഥാനങ്ങളിലായി അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടിയും താല്പര്യത്തോടുകൂടിയും അദ്ദേഹത്തിൻ്റെ സംഭാവനയോടുകൂടി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആരോഗ്യ മേഖലയിലാണ്, വിദ്യാഭ്യാസ മേഖലകളിൽ, സാംസ്കാരിക രംഗങ്ങളിൽ ഒക്കെ അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള സംഭാവനകൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഓർമ്മകളാണ്. ഇപ്പോൾ ഉത്തരാന്തര വേദാന്തത്തിന്റെ സന്ദർഭത്തിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നടത്തുന്നു. ഈ യോഗ പരിപാടി സമാപിക്കുന്നു. പ്രേംനസീറിന്റെ ജീവിതം കൊണ്ട് അനുഗ്രഹീതമായ ഈ ചെറിയ മണ്ണിൽ
കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച സ്മൃതിദീപ പ്രയാണത്തിന് സ്വീകരണവും വരവേൽപ്പും നൽകിയ ആദരണീയരായ ചിറങ്കീഴിന്റെ എംഎൽഎ ശ്രീ വി ശശിയും അതുപോലെ മറ്റ് ജനപ്രതിനിധികൾക്കും ബഹുമാനപ്പെട്ട നാട്ടുകാർക്കും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. വട്ടിയൂർക്കാവിലെ സ്മൃതിമണ്ഡപത്തിൽ നിന്നും ദീപം ജ്വലിക്കുന്നതിനായി സ്മൃതിദീപ പ്രയാണത്തിന്റെ മഹായാത്ര തുടരുകയാണ്. ഇന്ന് രാവിലെ 9